എൻ ശ്രീകുമാർ നോക്കൂ, കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ഈ പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് AICC പ്രസിഡന്റിന്റെ മുമ്പിൽ വെച്ചിട്ട് പറ എന്താണ് എന്റെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എന്ത് മറുപടി പറയും? നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ എത്തിയത്. അദ്ദേഹം PCC അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് വന്ന തെരഞ്ഞെടുപ്പുകൾ തൃക്കാക്കര വലിയ ഭൂരിപക്ഷത്തിൽ, മുമ്പത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. പുതുപ്പള്ളി മുമ്പത്തേക്കാൾ പല മടങ്ങ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. പാലക്കാട് വിജയിക്കുന്നു, വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു, 4 ഇരട്ടി ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വമ്പൻ വിജയം നേടുന്നു, 18 സീറ്റ് നേടുന്നു. അതിനുശേഷം നടന്ന വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കുന്നു. ആകപ്പാടെ ഈ ചേലക്കരയിൽ പരാജയപ്പെട്ടു. അതും ഭൂരിപക്ഷത്തിന്റെ കാര്യം വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം, അതൊരു മാർക്സിസ്റ്റ് കോട്ടയാണ് താനും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ടറൽ വിജയം കൊണ്ടുവന്നിട്ടുള്ള ആളാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ എന്റെ നേതൃത്വത്തിൽ പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല എന്നിരിക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എന്നെ മാറ്റേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു കടലാസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് തിരിച്ചെന്ത് മറുപടി പറയാൻ പറ്റും? ഒരു മറുപടിയും പറയാൻ പറ്റില്ല. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് കെ സുധാകരൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും ഹൈക്കമാൻഡ് പ്രശംസിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മുൻ KPCC പ്രസിഡന്റ് കെ മുരളീധരൻ പരസ്യമായി പറഞ്ഞു സുധാകരൻ മാറേണ്ട കാര്യമില്ല. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും കെ സുധാകരൻ മാറണമെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഒരു ജില്ലയിലും കോൺഗ്രസ് പ്രവർത്തകർ സുധാകരനെ മാറ്റണമെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരു ഘട്ടം കഴിയുമ്പോൾ KPCCയുടെ ഭാരവാഹികളുടെ പുനഃസംഘടന നടത്തേണ്ടി വരും. KPCCക്ക് ഇപ്പോൾ ട്രഷറർ ഇല്ല. പല KPCC സെക്രട്ടറിമാരും പഴയ ആളുകളാണ്. ചിലർ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. ആ പുനഃസംഘടന വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിന് പുതിയ പ്രസിഡന്റ് വേണോ വേണ്ടേ എന്നൊരു ചർച്ച വരും. ആ ചർച്ചയിൽ KPCC പ്രസിഡന്റായ സുധാകരനോട് ഹൈക്കമാൻഡ് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാം, എന്തു പറയാം, എൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇതാണ് എന്ന് സൂചിപ്പിക്കാം, തെറ്റില്ല. പക്ഷേ അപ്പോഴും സുധാകരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് ഞാൻ ഹൈക്കമാൻഡിനൊപ്പമായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, KPCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒരാളെ മാറ്റും എന്ന് നിങ്ങൾ പറയുമ്പോൾ ആ പുനഃസംഘടന എന്ന ആ പ്രക്രിയ നടന്നു കഴിഞ്ഞാൽ ഒരു പുതിയ ഊർജവും ആവേശവും സ്വാഭാവികമായും ലഭിക്കും. അത് ഏത് രീതിയിലാണ് ലഭിക്കുക എന്നുള്ളത് വരുന്ന പ്രസിഡന്റിനെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ കെ സുധാകരനെ മാറ്റാൻ വേണ്ടി മാറ്റി പുനഃസംഘടന നടത്തുകയാണെങ്കിലാണ് നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വരിക. നേരെ മറിച്ച് കെ സുധാകരനെ കൂടി എല്ലാ കാര്യങ്ങളും വിശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ശ്ലാഘിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് പറയുകയാണ് ഒരു പുനഃസംഘടന മൊത്തത്തിൽ ആവശ്യമാണെന്ന് പറഞ്ഞാൽ അതിന് കൂട്ടുനിൽക്കേണ്ട, അത് അംഗീകരിക്കേണ്ട ബാധ്യത KPCC പ്രസിഡന്റുണ്ട്. ഇത് എല്ലാ കാലത്തും KPCC പ്രസിഡന്റുമാരെ അനുസരിച്ചിട്ടുണ്ട്. തെന്നല ബാലകൃഷ്ണകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഏത് KPCC പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കാം. പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കണം പെട്ടെന്ന്. കഴിഞ്ഞ ദിവസം ശ്രീ സുധാകരനെ വിളിച്ച് നേതാക്കൾ ചർച്ച നടത്തിയിട്ട് 2 ദിവസം കഴിഞ്ഞു. നേരെ മറിച്ച് അന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് അറിയിച്ചിരുന്നെങ്കിൽ ഈ ചർച്ച ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ തീരുമാനമെടുക്കാനുള്ള വൈകലിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, കെ സുധാകരനും ചില ആവശ്യങ്ങളുണ്ട്. സംശയമില്ലാത്ത കാര്യമല്ലേ? കേരളത്തിലെ കോൺഗ്രസിനെ അഭിലാഷ് പറഞ്ഞ പോലെ വളരെ കരുത്തോട് നയിച്ച, ഇന്നും CPMൻ്റെ ഉറക്കം കെടുത്തുന്ന സുധാകരൻ KPCC പ്രസിഡന്റായപ്പോൾ ദേശാഭിമാനി മുഖപ്രസംഗം എഴുതി. എന്താ എഴുതിയെന്നറിയാമോ? എന്തിനാണ് സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുന്നതെന്ന്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ മാറ്റപ്പെടാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കെ മുരളീധരൻ്റെ പ്രസ്താവനയാണെങ്കിലും അതുപോലെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണെങ്കിലും ഹൈക്കമാൻഡ് പുതിയൊരു മുഖത്തെ കൊണ്ടുവരുമ്പോൾ ആ മുഖത്തിന് എത്രത്തോളം സുധാകരനിൽ നിന്നും സുധാകരൻ്റെ പ്രവർത്തന ശൈലിയിൽ നിന്നും ഒരു പുതിയ പന്ഥാവിലേക്ക് പാർട്ടിയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കണം. അതിനുള്ള സമയമായിരിക്കും അവരെടുക്കുന്നുണ്ടാവുക. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം, അതിനുള്ള സമയം എടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പരിഗണന, അതിന്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ